Hi friends, welcome back to our channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബർഗർ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു ബർഗർ വെറൈറ്റി എന്ന് പറയാനുള്ള കാരണം നമുക്ക് എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്, അതായത് മെയിനായിട്ട് ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് ഒരു പാറ്റീസ് റെഡിയാക്കിയിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബർഗർ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതേ മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബർഗറിന് ആവശ്യമായിട്ടുള്ള പാറ്റീസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ പുഴുങ്ങിയിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഉപ്പൊന്നും ഇടാതെ ഡയറക്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 കൂടി ഒന്നിച്ച് പേസ്റ്റ് ആക്കിയത് 1 ടേബിൾ സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ നന്നായിട്ട് വേവിച്ച് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിതിപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് തന്നെ കുക്കറിൽ ഒന്നിച്ചിട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ, ഡയറക്റ്റ്. എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കുന്നതിന് മുന്നേ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ ബെറ്റർ, കാരണം 2 ടേബിൾ സ്പൂണല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഈ ഒരു പാറ്റീസ് നിന്ന് ഗ്രീൻ പീസ് കടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ, അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളൊക്കെ നന്നായിട്ട് പൊട്ടറ്റയിൽ മിക്സ് ആണോ ആ ഒരു സമയം വരെ കുറച്ച് അത്യാവശ്യം സമയം എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഞാനിതിപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 കൈയിലും നല്ലതുപോലെ ഒന്ന് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് ഓരോ ബോൾസാക്കി എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. റൗണ്ട് ഷേപ്പായിട്ട് തന്നെ ഉരുട്ടിയെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ബർഗറിൻ്റെ സൈസ് അറിയാമല്ലോ, പാറ്റീസിൻ്റെ സൈസ് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ വേണം. ചെറിയ ചെറിയ കട്ട്ലേറ്റിൻ്റെ സൈസിലല്ല വേണ്ടത്, നന്നായിട്ട് ഇതുപോലെ വലിയ ബോൾസാക്കിയിട്ട് തന്നെ എടുത്തിട്ട് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു സൈസിലാണ് കേട്ടോ ഞാൻ പാറ്റീസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വലിയ സൈസ് ഇഷ്ടമില്ല, ചിലവർക്ക് ഓവർ ബർഗറിലുള്ള പാറ്റീസിൻ്റെ വലിപ്പം ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ചെറുതാക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പാറ്റീസിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ബർഗർ റെഡിയാക്കാൻ എടുക്കുന്ന ബണ്ണിൻ്റെ ആ ഒരു സൈസിലും കൂടി ആവണം കേട്ടോ. ബണ്ണിൻ്റെ റൗണ്ടിന് കണക്കായിട്ടും വേണം, അല്ലാതെ ഓവർ വലുപ്പമായിട്ട് ഓവർ ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബർഗറിൽ വെച്ചിട്ട് കാണാനും ഭംഗി ഉണ്ടാവില്ല, ഒരു കഴിക്കുമ്പോൾ ഒരു രസം കിട്ടില്ല. അപ്പോൾ ആ ഒരു ബണ്ണിൻ്റെ സൈസ് ഏതാണ്ട് അറിഞ്ഞിരിക്കണം നിങ്ങളിത് പാറ്റീസ് റെഡിയാക്കുന്നതിന് മുന്നേ. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഉരുട്ടിയെടുക്കുക. ഇനി ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ. അപ്പോൾ ഈ ഒരു സൈസിൽ ഞാൻ മുഴുവൻ പാറ്റീസ് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാറ്റീസ് കോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോട്ടിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു വിസ്കോ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചില്ലി പൗഡറും സോൾട്ടും ഒന്നും മൈദയിലേക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നല്ലൊരു ലിക്വിഡ് ഫോമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കോട്ടിംഗ് ബാറ്ററും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ലൂസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പാറ്റീസ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബാറ്ററിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്.
അപ്പോൾ ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ആദ്യം ഒരു തവണ ഇതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഡബിൾ കോട്ടിങ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ ചായക്കടയിൽ നിന്നൊക്കെ നമുക്ക് കട്ട്ലേറ്റ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു പെർഫെക്ഷൻ കിട്ടുന്നില്ല നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നതിനേക്കാൾ. അതെന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ അതിൻ്റെ സീക്രട്ട്. അവർ ഡബിൾ കോട്ടിങ് ചെയ്യും. അപ്പോൾ മിക്ക ആളുകൾക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് ഒരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞിരുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ വീണ്ടും ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഒന്നും കൂടി കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം അതിനാണ് ഈ ഡബിൾ കോട്ടിങ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ലൊരു പെർഫെക്ഷനും നല്ല കാണാൻ തന്നെ ഒരു ഭയങ്കര മൊഞ്ചായിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കഴിക്കുമ്പോൾ ഒരു നല്ലൊരു പെർഫെക്ഷൻ ഉണ്ട്. അവിടെ ഇവിടെ മാത്രമായിട്ട് ബ്രെഡ് ക്രംസ് ഒന്നും ആവാതെ എല്ലാവിടെ ഒരേ രീതിയിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ കട്ട്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇതേ രീതിയിലൊന്ന് ഡബിൾ കോട്ട് ചെയ്ത് ഫോളോ ചെയ്തൊക്കെ നല്ല പെർഫെക്ഷനിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ പെർഫെക്ഷനിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഒരു പാറ്റീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുക്കട്ടെ. ഇപ്പം ഞാൻ മുഴുവൻ പാറ്റീസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ഇപ്പം തന്നെ ഫ്രൈ ചെയ്യേണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫ്രൈ ചെയ്യുക. അല്ലാതെ ഫ്രീസറിൽ വെച്ചിട്ട് പിന്നീട് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ റെഡിയാക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യുക. അപ്പോൾ നമുക്കിത് കുറച്ച് ദിവസമൊക്കെ ഫ്രീസറിൽ വെക്കുക കേട്ടോ. നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒന്നിക്കും ഒരു എയർ ടൈറ്റ് ബോക്സിലാക്കി നല്ലതുപോലെ കവർ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നല്ലതുപോലെ എന്തിലെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തിലെങ്കിലും കവർ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തലേ ദിവസമൊക്കെ ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയത്ത് ഗസ്റ്റൊക്കെ സമയത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഞാൻ ഇതിനു മുന്നേ നഗറ്റ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് എങ്ങനെയാണ് ഇതുപോലത്തെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ കവർ ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ വെക്കുക കേട്ടോ. നമ്മൾ ഇതുപോലെ പാറ്റീസ് റെഡി ആയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അങ്ങ് ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ ബെറ്റർ. എങ്കിൽ നല്ലൊരു പെർഫെക്ഷനിൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ആവശ്യമുള്ള 3 അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കി ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് എണ്ണ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുത്ത് ഫ്രൈ ചെയ്യുക കേട്ടോ. ആ ഒരു സമയത്ത് ഉടനെ അപ്പാടൊപ്പാട് എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു പാറ്റീസ് എങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് പാറ്റീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സാധാരണ നോർമലി നിങ്ങൾ കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ തന്നെ കേട്ടോ. എല്ലാ ഭാഗത്തേക്കും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഒരു സ്പാച്ചിലോ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഓയിൽ ഇതുപോലെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഓയിൽ എത്തിക്കിട്ടും. മുകൾ ഭാഗത്തൊക്കെ എല്ലാ ഭാഗവും ഒരേ രീതിയിൽ വേവുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ വേവുകയും ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കട്ട്ലേറ്റിൻ്റെ സെയിം കളറിൽ തന്നെ എടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഒരു പാറ്റീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം എണ്ണയിൽ നിന്ന്. എന്നിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. ഇനി ബാക്കിയുള്ളത് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ബണ്ണാണ് കേട്ടോ, ബർഗർ ബണ്ണാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് സൈഡിൽ കൂടി വരഞ്ഞിട്ട് അടയാളം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ സൈഡിൽ കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ആ വരക്ക് കണക്കായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, ഈ ഒരു രീതിയിൽ. ഇനി ഇതിലേക്ക് നമുക്ക് ടിക്ക മയോണൈസ് ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ടിക്ക മയോണൈസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്ന് കണ്ടു നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് അത് ചെയ്ത് നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് കാണിക്കുന്നില്ല. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് മയോണൈസ് ആവശ്യം അതിനനുസരിച്ചിട്ട് 2 സൈഡിലും നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ടിക്ക മയോണൈസ് റെഡിയാക്കുന്ന വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ ലെറ്റ്യൂസ് വെച്ച് കൊടുക്കുക, ഒരു പീസ്. അപ്പോൾ ലെറ്റ്യൂസ് വീട്ടിൽ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാബേജ് എങ്ങാനും കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിക്ക് നമുക്ക് ലെറ്റ്യൂസ് ആവശ്യമൊന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വെച്ച് കാണിക്കുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാറ്റീസ് വെച്ച് കൊടുക്കുക. കണ്ടില്ല, ഞാൻ എടുത്തിട്ടുള്ള ബണ്ണിന് ആ ഒരു പെർഫെക്റ്റ് അളവാണ് കേട്ടോ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള പാറ്റീസ്. എന്നിട്ട് ഒരു സ്ലൈസ് ചീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ചീസിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടിക്ക മയോണൈസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബർഗറിൽ സോസൊക്കെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തക്കാളി ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതുപോലെ 1-2 സവാള ഇതുപോലെ റിംഗ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബണ്ണിൻ്റെ ബാക്കിയുള്ള പോർഷനും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളല്ല ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു പൊട്ടറ്റോ വെച്ചിട്ടുള്ള പാറ്റീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് പെട്ടെന്നൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻസിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്